അൻവർ താമിർ ജിഫ്രി കൊലപാതകം ഉണ്ടായ സമയത്ത് കസ്റ്റഡിയിൽ വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ സമരവുമായി വന്നപ്പോൾ ഒരക്ഷരം മിണ്ടാൻ പി വി അൻവർ തയ്യാറായിട്ടുണ്ടോ? താനൊരു ബോട്ടപകടം ഉണ്ടായി, ആ ബോട്ടപകടത്തിൽ കൃത്യമായ പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നു എന്നൊരാരോപണം ഉയർന്നു വന്നപ്പോൾ ഒരക്ഷരം മിണ്ടാൻ പി വി അൻവർ തയ്യാറായിട്ടുണ്ടോ? മലപ്പുറം എസ് പി സുജിത് ദാസ് മലപ്പുറം ജില്ലയിൽ കേസ് കൂട്ടുന്നു എന്നൊരാരോപണം ഞങ്ങൾ പുറത്തു പറയുക മാത്രമല്ല, കേരളത്തിലെ നിയമസഭയിൽ ലീഗ് ആ വിഷയം ഉന്നയിച്ചു. സുജിത് ദാസിനെതിരെ നടപടി സ്വീകരിക്കണം താമിർ ജിഫ്രി കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്ന നിലപാട് ലീഗ് നിയമസഭയിൽ സ്വീകരിച്ചു. ഒരക്ഷരം അന്ന് പി വി അൻവർ MLA സംസാരിച്ചിട്ടുണ്ടോ? ഏറ്റവും ഒടുവിൽ സുജിത് ദാസും പി വി അൻവറും തമ്മിലുള്ള സംഭാഷണം നിങ്ങളൊന്ന് കേൾക്കണം, അതൊന്നുകൂടെ ആവർത്തിച്ച് കേൾക്കണം. അതിനകത്ത് സുജിത് ദാസ് ചോദിക്കുന്നുണ്ട് അൻവറിനോട്, സാറിന് MLAക്ക് ഞാൻ എന്തെങ്കിലും കുഴപ്പം ഞാൻ SP ആയിരിക്കുന്ന കാലത്ത് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും ആക്ഷേപമുണ്ടോ? ഇല്ല എന്നാണ് പറയുന്നത്. അത് ഈ കസ്റ്റഡി കൊലപാതകത്തിനൊക്കെ ശേഷമാണ്, മലപ്പുറം ജില്ലയിൽ കേസുകൾ കൂട്ടിയതിന് ശേഷമാണ്, ഞങ്ങൾ ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണ്. അന്നെല്ലാം കൂട്ടുനിന്ന കൂട്ടുപ്രതിയാണ് പി വി അൻവർ. പിന്നെ തമ്മിൽ തെറ്റിയപ്പോൾ അക്കാര്യങ്ങളെല്ലാം പുറത്തു പറയുന്നു. തമ്മിൽ തെറ്റുന്നതിന് മുമ്പ് എല്ലാ കച്ചവടത്തിനും കൂട്ടുനിന്ന കൂട്ടുപങ്കാളിയാണ് പി വി അൻവർ. ഇപ്പോൾ തമ്മിൽ തെറ്റിയപ്പോൾ അത് വിളിച്ചു പറയാണ്, തുറന്നു പറയാണ്. ഞങ്ങൾക്ക് അതിൽ സന്തോഷമുണ്ട്, ഇപ്പോഴെങ്കിലും അത് വിളിച്ചു പറയുന്നില്ല. പക്ഷെ അതിൻ്റെ കാരണങ്ങൾ മറ്റെന്തോ ആയിരിക്കണം. അത് തെറ്റാനുള്ള കാരണം എന്താണ്? മുമ്പ് പങ്കാളിത്ത കച്ചവടം നടത്തിയ ആൾ ഇപ്പോൾ തെറ്റിയത് എന്തുകൊണ്ടാണെന്നുള്ളത് അദ്ദേഹം തന്നെയാണ് തുറന്നു പറയേണ്ടത്. ഈ വിഷയങ്ങളെല്ലാം നേരത്തെ ഉന്നയിച്ചപ്പോൾ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഈ ലോക്നാഥ് ബെഹ്റക്കെതിരെ, ഈ സുജിത് ദാസിനെതിരെ, രമൺ ശ്രീവാസ്തവക്കെതിരെ, അജിത് കുമാറിനെതിരെ ഞാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ, യൂത്ത് ലീഗ് നടത്തിയ പത്രസമ്മേളനത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പോലീസ് കൃത്യമായി പങ്കുപറ്റുന്നുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. നിങ്ങൾക്ക് ആർക്കൈവ്സ് പരിശോധിച്ചാൽ മനസ്സിലാവും. അന്ന് ഇവരാരെങ്കിലും മിണ്ടിയിരുന്നോ? അപ്പോൾ ഈ ആരോപണങ്ങളിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തണം. അൻവർ പിൻവാങ്ങിയാലും മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഇപ്പോൾ ശശിയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വലിയ ആക്ഷേപം ആദ്യം ഉന്നയിച്ച അൻവർ ഇപ്പോൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല. മാത്രമല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാനുള്ള ഭയമുള്ളത് കൊണ്ടല്ലേ? മുഖ്യമന്ത്രി അറിയാതെ പോലെ എല്ലാം അനക്കില്ല പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി. അതെന്താ പറയാൻ അൻവറിന് ധൈര്യമില്ലാത്തത്? ഇതെല്ലാം മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ മാഫിയ സർക്കാരിനെതിരായി, മുഖ്യമന്ത്രിക്കെതിരായി, മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഈ സമരവുമായി ഞങ്ങൾ വന്നത്. മാത്രമല്ല, താമിർ ജിഫ്രി കൊലപാതകം CBI കൊണ്ട് ഏറ്റെടുപ്പിച്ചതാരാ? ആ കേസ് മുസ്ലിം ലീഗാണ്. ഞങ്ങൾ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ആ കേസ് CBI ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അന്നാരെങ്കിലും ഉണ്ടായിരുന്നോ ആ പോരാട്ടത്തിൻ്റെ കൂടെ? അപ്പോൾ അക്കാര്യവും മാധ്യമങ്ങൾ വിസ്മരിക്കരുത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.